നമസ്കാരം. പ്രയാഗ്രാജിൽ മഹാകുംഭമേള തീർത്ഥാടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തരാണ് പ്രയാഗ്രാജിലേക്ക് ഓരോ ദിവസവും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രയാഗ്രാജിൽ മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട ഓരോ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നതിനിടയിൽ ഇന്ന് ഡൽഹി വോട്ടെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ആ സമയത്ത് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രയാഗ്രാജിൽ എത്തിയിരിക്കുന്നു, മഹാകുംഭമേളയിൽ പങ്കെടുത്തിരിക്കുന്നു. ഇത് ഏറെ രാഷ്ട്രീയ പ്രാധാന്യത്തോടു കൂടി തന്നെ കാണേണ്ടതുണ്ട്. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്, അതായത് പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാർ എത്തുന്ന സമയത്ത് അവിടെ പ്രധാനമന്ത്രി പ്രയാഗ്രാജിലേക്ക് എത്തുന്നു. എന്നും ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന BJP ഡൽഹിയിൽ ഇത്തവണ വിജയം കീഴടക്കാൻ വേണ്ടി പ്രധാനമന്ത്രിയുടെ ഒരു സ്ട്രാറ്റജി ആണോ ഇത് എന്ന തരത്തിലൊക്കെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ്. എന്തായാലും മഹാകുംഭമേളയിൽ ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയിരിക്കുന്നു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പമാണ് പ്രധാനമന്ത്രി പ്രയാഗ്രാജിലേക്ക് എത്തിയത്. ഗംഗാ നദിയിലൂടെ മോദി ബോട്ട് സവാരിയും ചെയ്തു. പിന്നീട് മന്ത്രങ്ങൾ ഉരുവിട്ട് ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്തു. ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കവെയാണ് മോദിയുടെ കുംഭമേള സന്ദർശനം എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ലക്നൗ വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ യോഗി ആദിത്യനാഥ് മറ്റ് ഉദ്യോഗസ്ഥരുമൊക്കെ ചേർന്ന് സ്വീകരിച്ചു. മോദിയുടെ സന്ദർശനം കണക്കിലെടുത്ത് വലിയ സുരക്ഷയാണ് പ്രയാഗ്രാജിൽ ഇന്ന് ഒരുക്കിയിരുന്നത്. മാത്രമല്ല, കൂടുതൽ മുതിർന്ന ഉദ്യോഗസ്ഥരെ വിവിധ ഇടങ്ങളിൽ പ്രയാഗ്രാജിൽ വിന്യസിക്കുകയും ചെയ്തിരുന്നു. ജനുവരി 23-ന് ആരംഭിച്ച മഹാകുംഭമേള ഫെബ്രുവരി 26-ന് മഹാശിവരാത്രി ദിവസം വരെ തുടരും. മോദിയെ കൂടാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും കുംഭമേളയിൽ എത്തി സ്നാനം ചെയ്തിരുന്നു. കുംഭമേളയിൽ നിരവധി സിനിമാ രംഗത്തെയും രാഷ്ട്രീയ മേഖലയിലും ഒക്കെ പലരും സ്നാനത്തിനായി അവിടെ എത്തുന്നുണ്ട്. എന്തായാലും മലയാള സിനിമാ നടി സംയുക്ത, സ്റ്റീവ് ജോബിന്റെ ഭാര്യ ലോവറിൻ പവൽ ജോബ്സ്, കോൾ പ്ലേ ഗായിക ക്രിസ് മാർട്ടിൻ, ഹോളിവുഡ് നടൻ ഡക്കോട്ട ജോൺസൺ തുടങ്ങി നിരവധി ആളുകൾ കുംഭമേളയിലേക്ക് എത്തിയിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഡൽഹിയിൽ കടുത്ത മത്സരം നടക്കുകയാണ്. അവിടെ BJPയും ആം ആദ്മി പാർട്ടിയും ഇത്തവണ എന്തായാലും ഡൽഹി പിടിച്ചെടുക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് BJP മുന്നോട്ട് പോകുന്നത്. ആം ആദ്മി പാർട്ടിക്ക് പലയിടത്തും അടിപതറുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ന് മഹാകുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിലേക്ക്, അതായത് വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ എത്തുന്ന സമയം നോക്കി മോദി പ്രയാഗ്രാജിലെത്തി സ്നാനം ചെയ്തത്. ഇതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. എന്തായാലും വോട്ട് പെട്ടി പൊട്ടിക്കുമ്പോൾ ഡൽഹിയിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. മോദിയുടെ ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യുമോ എന്നൊക്കെ അന്ന് നമുക്ക് അറിയാൻ കഴിയും.